ഹായ് ഗായ്സ്, ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കുർത്ത സെറ്റിന്റെ റിവ്യൂസുമായിട്ടാണ്. ഒരു അൺബോക്സിംഗ് ഉണ്ട്. കണ്ടപ്പോൾ എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അധികം കുർത്താസ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷെ എന്നാലും ഞാൻ പൊതുവേ എനിക്ക് ജീൻസ് ആൻഡ് ടോപ്പാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള ഡ്രസ്സസൊക്കെ ഇടും, അത്രയേ ഉള്ളൂ. സാരി ധാവണിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ്. ജീൻസ് ആൻഡ് ടോപ്പ് കംഫർട്ടബിളാണ്. വാങ്ങിക്കാറ് മീഷോ എന്ന് വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ആമസോണിലൊരു 700 ഉള്ള പ്രൊഡക്റ്റ് മീഷോയിൽ നോക്കുമ്പോൾ അത് ഒരു 600 അല്ലെങ്കിൽ 500 550 ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് അതെന്നുള്ളത്. ഞാൻ പൊതുവെ അതിൻ്റെ പിന്നാലെ പോകുന്ന ആളാണ്, ചീപ്പ് ആൻഡ് ബെസ്റ്റിൻ്റെ പിന്നാലെ. അപ്പം ഇതാണ് സംഭവം വന്നിച്ചാൽ ഇറ്റ്സ് സോ കൂൾ. ദ പ്രിൻ്റ് ഇസ് അമേസിങ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും. കോഫി കളർ പൊതുവേ എനിക്ക് കുറച്ച് ഡൾനെസ് ആണ് എൻ്റെ ഫേസിന് തരിക. പക്ഷേ ഇത് ഇപ്പം ചന്ദന കളറിൽ വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കളറിൽ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇതാണ് ബോട്ടം വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ടോപ്പ്. ഹായ്, നല്ലൊരു ഭംഗി എൻ്റെ ഫേസിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഞാൻ ഇട്ട് കാണിക്കാം. പക്ഷേ ഇത് എനിക്ക് എടുത്ത് പറയണം, ഇതിൽ സ്മോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സ്മോൾ ആണ് വേണ്ടത്. സ്മോൾ എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നേനെ. പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഓൾട്ടർ ചെയ്ത് റെഡിയാക്കും ഇത്. അത് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. ബാക്കി 2 കുർത്താസ് മുന്നേ വാങ്ങിച്ചതാണ്. പക്ഷേ മൂന്നും ലൈറ്റ് ഷെയ്ഡിൽ നമുക്കൊരു ടെമ്പിൾ അല്ലെങ്കിൽ എവിടേക്ക് പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഓഫീസ് ലുക്കായിട്ടും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള കുർത്താസാണ്. ഈ ഒരു കുർത്ത ആദ്യം തന്നെ എടുത്ത് പറയാമല്ലോ, ഇതെനിക്ക് അത്ര അധികം ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരുന്നു. നല്ല ഇത് ബോട്ടം ആണ്, ഇത് ടോപ്പാണ്. അപ്പം ഇത് വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര ഇപ്പോൾ കുഴഞ്ഞിരിക്കുന്നത് കുറച്ച് അലക്കൊക്കെ അലക്കിയതിന് ശേഷമാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് നല്ല ക്ലോത്താണ്. രണ്ടും നല്ല ബോട്ടും ടോപ്പും ഒക്കെ നല്ല ക്ലോത്ത്സ് ആണ്. പക്ഷെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ച സമയത്ത് എന്തോ സ്റ്റിച്ചിങ് മിസ്റ്റേക്ക് ഉണ്ടായിട്ട് മൊത്തം ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ അടിച്ച് റെഡിയാക്കിയതാണ്. സ്ലിറ്റ്സ് എല്ലാം മാറ്റി വെച്ചു. പാൻറ്റ് ഭയങ്കര ലെങ്ത് ആയിട്ട് എനിക്ക് താഴെ കൂടെ ഒഴുകി നടക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ ആ സമയത്തുള്ളൊരു മോഡൽ ഇപ്പോൾ ഒരു 5-8 മാസമായിട്ടുണ്ടാവും വാങ്ങിച്ചിട്ട്. ആ സമയത്തുള്ളൊരു മോഡലിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഇതുപോലെ തന്നെ കോളർ ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വലുപ്പം ഞാൻ കുറച്ച് കട്ടി, ഇത്ര ഉണ്ടായിരുന്നു, 1/2 ഇഞ്ച് ഞാൻ കുറച്ചു മടക്കി അടിച്ചു ഇത്. അങ്ങനെ എല്ലാം ഓൾട്ടർ ചെയ്തിട്ടുള്ളതാണിത്. എനിക്ക് മെറ്റീരിയൽ വൈസ് ഐ എം പ്രിറ്റി ഹാപ്പി. ബാക്കിയുള്ള ഒന്നിനും ഞാൻ ഹാപ്പി ആയിരുന്നില്ല. കാരണം ഇത് ഞാൻ അടിച്ച പോലെ ആയിപ്പം ആദ്യം മുതൽ അവസാനം വരെ ഒരു എലാസ്റ്റിക് മാത്രം അവർ അടിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ഞാൻ അടിച്ച്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പം ഇതാണ് ആദ്യത്തെ കുർത്ത. ഞാനിവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് ഞാൻ കാണിക്കാം. ഓക്കെ, എങ്ങനെയാണ് അത് ഇട്ടിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. ഇത് മൊത്തം ഞാൻ ആദ്യം മുതൽ അവസാനം വരെ അഴിച്ചു പണിഞ്ഞതാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും ഇപ്പോഴും എവിടെയോ ഒരു മിസ്റ്റേക്ക് ഇതിനുണ്ട്. എൻ്റെ കാലൊക്കെ കണ്ടില്ലേ, ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. സ്ലിറ്റ് വെച്ച പോലെ നമ്മുടെ ടോപ്പിനൊക്കെ സ്ലിറ്റ് വെക്കുന്നത് പോലെ വെച്ചതാണ്. ഇത് നെക്ക് അതുപോലെ തന്നെ ഞാനതിൻ്റെ ലെങ്ത്ത് കുറച്ചതാണ്, 1/2 ഇഞ്ച്. ആ ഷോൾഡറിൻ്റെ കുഴപ്പം കണ്ടോ നിങ്ങൾ, ഒരു സൈഡിലേക്ക് കുറച്ചൊരു ഇറക്കമാണ് ഷോൾഡർ. അതുപോലെ തന്നെ ആ സൈഡിൻ്റെ സ്ലിറ്റിനും ഒക്കത്തിനും ഒരു ചെരിവാണ് അങ്ങോട്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ എൻറ്റയർ ലുക്ക്. കാണാൻ നല്ല ഭംഗിയാണ്, ക്ലോത്ത് വൈസും ഒക്കെ നല്ലതാണ്. ഒരു സൈഡ് കണ്ടോ ഇറങ്ങി തൂങ്ങിക്കിടക്കുന്നത്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഒരു സൈഡിലേക്കൊരു ചായ്വാണിത്, നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ പോലെ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക്. പ്രിൻറ്റ് വൈസും ക്ലോത്ത് വൈസും ഒക്കെ ഐ എം പ്രിറ്റി ഹാപ്പി വിത്ത് ദാറ്റ്. ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ സ്റ്റിച്ചിങ് വൈസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് എടുക്കില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അപ്പം ഇതൊക്കെ. ഇനി നെക്സ്റ്റ് കുർത്ത വന്നിട്ട് മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഇത് ബേസിക്കലി എൻ്റെ അല്ല, അനിയത്തിൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഞാനാണ്, പക്ഷേ അവൾക്കൊരു ഇൻഡിപെൻഡൻസ് ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി എന്താ ഇപ്പോൾ വാങ്ങുക, എങ്ങനെ വാങ്ങുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൺലൈനിൽ നോക്കുക, അവൾക്ക് വൈറ്റ് കളർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു പിക്ചർ വിടാം കേട്ടോ. ആളുടെ ഞാനും വിട്ടിട്ടുള്ള ഒരുപാട് പിക്ചറുണ്ട്, അതും ഞാൻ ആഡ് ചെയ്യാം. ആൻഡ് മീഷോയുടെ പിക്ചർ ആഡ് ചെയ്യാം. അപ്പം ഇതാണ് സംഭവം വന്നിട്ട്. നല്ല ത്രെഡ് വർക്കാണ്. ഒരു സീക്വൻസ് ഉണ്ട്, വൈറ്റ് സീക്വൻസ് അല്ല, പ്ലെയിൻ കളർ സീക്വൻസ് ആണ്, ചെറിയ സീക്വൻസ്. എന്നിട്ട് ഇങ്ങനെ ലൈക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കണ സമയത്ത് തിളങ്ങും. ലൈറ്റ് ഗ്ലിമറി ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ബെൽ സ്ലീവ്സ് ആണ്. ആ ഒരു മോഡൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഇതും 1 വർഷമായിട്ടുണ്ട്, കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് അവൾ വാങ്ങിച്ചത്. ഞാൻ ഉപയോഗിച്ച് ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയായി. ഇതിൻ്റെ താഴേക്ക് കീറി തുടങ്ങി. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള.
ആ ഒരു 700 റുപ്പീസിനാണ് ഇത് വാങ്ങിച്ചത്. ആ ഒരു പ്രൈസിന് ദ ബെസ്റ്റ് എന്ന് പറയണം കേട്ടോ. അപ്പം ഇതാണ് സംഭവം വന്നിട്ട്. കാണുന്നുണ്ടോ? ഇതിൻ്റെ ബോട്ടം കണ്ടോ? കാലിൻ്റെ താഴ്ഭാഗമാണിത്. എന്ത് ഭംഗിയാ നോക്കിക്കേ, കാലിൻ്റെ താഴ്ഭാഗമാണ്. ആൻഡ് ഇതിൻ്റെ ടോപ്പും അതുപോലെ തന്നെയാണ്. കൈയുടെ താഴ്ഭാഗത്തും കാലിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഈ ഒരു വർക്കാണ്, ചിക്കൻ കറി പോലത്തെ ഒരു വർക്കാണ് ഇത് വന്നിരിക്കുന്നത്. അത് ഫുൾ ത്രെഡ് കൊണ്ടുള്ള കോട്ടൺ, പ്യോർ കോട്ടൺ ആണ്. നല്ലൊരു എലഗൻറ്റ് ലുക്കാണ്. ഈ ഒരു വൈറ്റ് കളർ ഇടുമ്പോൾ ഭയങ്കര ഒരു റിച്ച് ആൻഡ് എലഗൻറ്റ് ലുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാ ഒക്കേഷനും പോകുന്ന ഒരു തരത്തിലുള്ള ഒരു ഡ്രസ്സാണ്. ഓഫീസ് വെയർ ആവട്ടെ, ഒരു പാർട്ടി വെയർ ആവട്ടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ക്ലോത്ത് എൻറ്റയർ ടോപ്പും ബോട്ടവും നിറയെ വർക്കാണ്. ആ ഒരു വർക്കാണ് ഇതിന് ഇത്ര ബ്യൂട്ടിഫുൾ ആക്കുന്നതും ഇത്ര ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാ ഒക്കേഷനും വിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്നതും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ആ ഒരു ഐവറി വൈറ്റ് കളർ എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് കളറല്ലേ. ആൻഡ് ബെൽ ടൈപ്പ് ഓഫ് സ്ലീവ്സ് നിങ്ങൾ കാണുന്നില്ലേ, സ്ലീവ്സിൻ്റെ തുമ്പത്താണെങ്കിലും ടോപ്പിൻ്റെ തുമ്പത്താണെങ്കിലും പാൻറ്റിൻ്റെ ബോട്ടത്തിൻ്റെ തുമ്പത്താണെങ്കിലും ഒക്കെ ഈ ഒരു വർക്ക് വരുന്നത് ഭയങ്കര റിച്ച് ആക്കുകയാണ് ഇതിന് ചെയ്യണത്. പിന്നെയും എത്ര വാഷ് ചെയ്താലും ആ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഡാമേജ് ആവുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനത് എൻ്റെ ഡ്രസ്സിൽ നിങ്ങൾക്കൊരു ഓട്ട കാണുന്നുണ്ടാവും, അതെവിടെയോ കൊളത്തി വലിഞ്ഞു പോയതാണ് കേട്ടോ. അല്ലാതെ അത് അങ്ങനെ അല്ലാതെ കീറിയതൊന്നുമല്ല. നല്ല മെറ്റീരിയലാണ്, നല്ല ക്ലോത്താണ്. ഐ ലവ് ദിസ്. ആൻഡ് അടുത്തത് വന്നിട്ട് ദ റീസെൻറ്റ് വൺ. വന്ന സമയത്ത് ഐ പ്രിറ്റി ഹാപ്പി. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ മറ്റേത് രണ്ടും ഞാൻ അലക്കിയതാണ്. അലക്കി ഇട്ട് നശിച്ചു, അത്രയും ഞാൻ ഉപയോഗിച്ചു അത്. എന്നിട്ട് എനിക്ക് അത്ര ക്ലോത്ത് വൈസ് ഐ എം പ്രിറ്റി ഹാപ്പി വിത്ത് ദാറ്റ് ബോത്ത്. പിന്നെ ഇത് വന്നിട്ട് സ്മോൾ സൈസിലില്ല, മീഡിയം സൈസിലേ ഉള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിന്. ആൻഡ് ഇനിയും പ്രശ്നങ്ങളാണ് മക്കളെ. നോക്കൂ, നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ബോട്ടാണ് കേട്ടോ, നല്ല പ്രിൻ്റാണ്, ഭംഗിയാണ് കാണാൻ. വരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മീഡിയം സൈസുകാർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എല്ലാം കൊണ്ടും ഓക്കെയാണ്. എനിക്കൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും, ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് അടിക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. ബോട്ടും അതുപോലെ തന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. പക്ഷേ ഒരു അലക്ക് ഒറ്റ, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കിയത്, ഒന്ന് വീഡിയോ ഇടാം എന്നുള്ള രീതിയിൽ. എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഈ പ്രിൻ്റ് കണ്ടോ, ഈ കോഫി കളർ പ്രിൻ്റൊക്കെ സ്പ്രെഡ് ആവുക ചെയ്യണത്. ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായി 1-2 അലക്കിൽ മാറുമോയെന്ന് അറിയില്ല. വീഡിയോയിൽ അത്ര എവിഡൻ്റ് അല്ല. എന്താണെങ്കിലും വീഡിയോയിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണുള്ളത്. കാണാൻ പറ്റണ്ടോ? ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പം കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ടോ ഒരു കളർ വ്യത്യാസം, റെഡ് കളർ പോലെയിട്ടേ ലൈറ്റായിട്ട് ഇതാണ്ടോ. അങ്ങനെ ഈ സംഭവത്തിൽ നിന്ന് ഇതിലേക്ക് കളർ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇടാൻ പറ്റും, അത്രയേ ഉള്ളൂ. 450 475 ഞാൻ വാങ്ങിച്ചതാണിത്. മറ്റേതും അതുപോലെ തന്നെ 350 ആണോ 300 ആണോ എന്നല്ല. ഒന്ന് 300, ഒന്ന് 700. ആ വൈറ്റ് 700 ആണ് കേട്ടോ. ഞാൻ ഇവിടെ മീഷോയുടെ ആഡ് ചെയ്യാം. ആൻഡ് ഓൾസോ നമുക്ക് പോവാം, ഇതിൻ്റെ ഒരു ടോട്ടൽ ഞാൻ ഇട്ടിട്ടുള്ള റിവ്യൂ ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് കമ്മിങ്. ഇതിൻ്റെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോയിൽ എൻ്റെ ഫേസിലൊരു സന്തോഷവും എക്സ്പ്രഷനൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. രണ്ടാമതുള്ള ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ റിവ്യൂ എന്താണെന്നുള്ളത്. കാരണം വന്ന സമയത്ത് ഐ വാസ് പ്രിറ്റി ഹാപ്പി വിത്ത് ദ പ്രിൻ്റ്, കളർ എല്ലാം. ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു വാഷ് കഴിഞ്ഞതോടുകൂടി പിന്നെ ഇതിൻ്റെ കോലം മൊത്തമായിട്ട് മാറി. ദ ബെസ്റ്റ് ടു ദ വേഴ്സ്റ്റിലേക്ക് പോയി. കാരണം ആ കളേഴ്സ് പ്രിൻറ്റുകളെല്ലാം സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു, ഒരു ഷാംപൂ വാഷ് ചെയ്യണമായിരുന്നു ആദ്യം, അല്ലെങ്കിൽ ഒരു സോൾട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ഇഷ്യൂ കുറയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു മെറ്റീരിയലൊക്കെ കണ്ടപ്പോൾ ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്, അപ്പം ഒന്നും ആവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഓൾ ടുഗെദർ ഗുഡ്. സോ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് വാങ്ങിക്കാം. ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കണ്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് ഇടാനായിട്ട് എനിക്കൊരു പ്രചോദനമാണത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഭയങ്കര വാലിഡ് ആണ്. എനിക്ക് സജഷൻസ് നിങ്ങൾ ചെയ്യുക, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് എനിക്കുണ്ടെങ്കിൽ പറഞ്ഞു തരിക. കാരണം ഐ ആം എ ന്യൂ കമർ. അപ്പം എൻ്റെ ഒരു രീതി ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഐ വിൽ make the changes. Okay, thank you, bye bye.